ഇന്ത്യയിലെ GST ടാക്സിൽ വലിയ മാറ്റമാണ് വരാൻ പോകുന്നത്. ഇനി മുതൽ GSTയിൽ 12ഉം 28% റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പുതിയ സ്ലാബാണ് നിലവിൽ വരുന്നത്. 5%ഉം 18%ഉം ആണ് ഇനി നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ 350ൽ താഴെയുള്ള ഒരു ബൈക്കാണ് നിങ്ങളിപ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ, അതല്ല 32 ഇഞ്ചിന് താഴെയുള്ള TV വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതുകൂടാതെ ഡിഷ് വാഷിംഗ് മെഷീൻ, മോണിറ്റർ, പ്രൊജക്ടർ, സ്മോൾ കാർസ്, അതായത് പെട്രോൾ 1200cc താഴെയുള്ളത്. ഇനി നിങ്ങൾ ഡീസൽ വണ്ടിയാണെന്നുണ്ടെങ്കിൽ 1500cc താഴെ വരുന്നത്. ഇതിലേതെങ്കിലും ആണ് നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്നത് എങ്കിൽ സെപ്റ്റംബർ 22 ശേഷം വാങ്ങുക. 28%ൽ നിന്നും 18% ആയിട്ട് ടാക്സ് കുറയാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൈസിൽ വലിയ മാറ്റം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതല്ല നിങ്ങൾ 350യുടെ മുകളിലേക്കുള്ള ബൈക്കാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇപ്പോൾ 31% ആണ് ടാക്സ് ഇരിക്കുന്നത്. സെപ്റ്റംബർ 22 ശേഷം അത് 40%ലേക്ക് മാറും. അതുപോലെയുള്ള വാഹനങ്ങൾ നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് കൂടുതലായിട്ട് ബാധിക്കാൻ പോകുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡിനെ തന്നെ ആയിരിക്കും. ലൈഫ് ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ്, അതുപോലെ തന്നെ കുട്ടികൾ യൂസ് ചെയ്യുന്ന പെൻസില്, ഇറേസർ, ഷാർപ്പർ, ക്രയോൺസ്, മാപ്സ്, ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ടാക്സ് ഒഴിവാക്കാൻ പോവുകയാണ്. അഗ്രികൾച്ചർ സംബന്ധമായിട്ടുള്ള സാധനങ്ങളാണ് നിങ്ങൾ വാങ്ങിക്കുന്നത് എങ്കിൽ ട്രാക്ടർ, അതിന്റെ സ്പെയർ പാർട്സുകൾ, ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ 1280ൽ നിന്നും 5%ലേക്ക് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ, സോപ്പ്, ഷാംപൂ, പാത്രങ്ങൾ, ഇതുപോലെയുള്ള സാധനങ്ങൾക്കൊക്കെ ടാക്സ് കുറച്ച് 5%ലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ അറിഞ്ഞുവെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന മൊബൈൽ ഫോണുകൾക്ക് ടാക്സിൽ യാതൊരു മാറ്റവും തന്നെ വന്നിട്ടില്ല. ഇപ്പോഴും 18% തന്നെ നിൽക്കുന്നുണ്ട്. എന്താണ് ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം?